എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ബിൻഡോ സൈമൺ. ലെസ്റ്ററിൽ താമസിക്കുന്ന അന്ന എന്ന് പറയുന്ന കുട്ടിയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ വരുന്നത്. അന്നയുടെ പപ്പ വെയർ ഹൗസിൽ ഒരു ജോലിക്കാരനായിരുന്നു. അമ്മ ലെസ്റ്റർ ഹോസ്പിറ്റലിൽ നേഴ്സായിരുന്നു. മറ്റെല്ലാ കുട്ടികളെയും പോലെ അന്ന പഠിക്കാൻ ഒരു ആവറേജ് കുട്ടിയായിരുന്നു. വലിയ കുഴപ്പമൊന്നും പാരൻസ് തോന്നിയില്ല. കുട്ടി എല്ലാ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മാർക്കുണ്ടായിരുന്നു. അപ്പോൾ പാരൻസ് കരുതി അവൾ പറയുന്നതനുസരിച്ച് അവൾക്ക് സ്വയം മാനേജ് ചെയ്യാൻ പറ്റും, ഓക്കെയാണെന്ന് കരുതി. 9ാം ക്ലാസ്സിൽ റിസൾട്ട് വന്നു. അപ്പോഴാണ് അവർ ഞെട്ടിയത്. കുട്ടിയുടെ പെർഫോമൻസ് ബിലോ ആവറേജ് ആയിരുന്നു. സാറ് പറഞ്ഞു, കുട്ടിയുടെ പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള പെർഫോമൻസ് റിപ്പോർട്ടിലില്ല. അപ്പോൾ സ്കൂളിൽ മാത്രം സപ്പോർട്ട് കൊടുത്താൽ പോരാ, നിങ്ങൾ വീട്ടിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. പക്ഷേ പാരൻസ് ആകെ കൺഫ്യൂസ്ഡായി. കാരണം ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് പാരൻസിനകത്ത് അവെയർനെസ് ഇല്ലായിരുന്നു. അപ്പോഴാണ് കുട്ടിയുടെ അമ്മ അപ്പനോട് പറഞ്ഞത്, നമ്മൾ നാടും വീടും വിട്ട് ഈ കണ്ടില്ലായിരിക്കും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയില്ലേ, ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്തു. അന്നയെ ഞങ്ങൾ കൗൺസിലിംഗ് നടത്തി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അന്നയ്ക്ക് എവിടെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ അന്നയ്ക്ക് ഞങ്ങൾ എക്സാം സ്റ്റൈൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു, എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടതെന്ന് പഠിപ്പിച്ചു, കീവേഡ്സ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ചു. അതിനുശേഷം അന്നയുടെ കോൺഫിഡൻസ് കൂടി, അതിലുപരി അന്നയ്ക്ക് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ പഠിപ്പിച്ചു. അപ്പോൾ വളരെ കോൺഫിഡൻസോടുകൂടി അന്ന മുന്നോട്ട് നീങ്ങുന്നത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. GCSE റിസൾട്ട് വന്നു. എല്ലാത്തിനും 8ഉം 9ഉം മേടിച്ച് കുട്ടി ബിർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ മെഡിസിൻ പഠിക്കുകയാണ്. ഒരു ഫംഗ്ഷനിൽ വെച്ച് അന്നയുടെ പപ്പ പറയുന്നത് കേട്ടു, ഞങ്ങൾ അന്നയ്ക്ക് ട്യൂഷൻ വേണ്ടാന്നോ കരുതിയത്, പക്ഷേ അന്നയുടെ കോൺഫിഡൻസും ഡയറക്ഷൻ ട്യൂഷന് പോയി കൂടി ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തു തന്നു. ഇത് നമുക്ക് ചുറ്റും നടക്കുന്ന പല സംഭവമാണ് സുഹൃത്തുക്കളെ. പലപ്പോഴും നമ്മൾ വിചാരിക്കും കുട്ടികൾക്ക് സപ്പോർട്ട് വേണ്ട എന്ന് വിചാരിക്കും. നമ്മൾ അവർക്ക് ഡിഫിക്കൽട്ട് വന്നതിന് ശേഷമല്ല അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്. നേരത്തെ തന്നെ അവർക്ക് കാര്യത്തിൽ ശ്രദ്ധ കൊടുത്താൽ നമുക്ക് എത്രയും പെട്ടെന്ന് ആനുകൂല്യങ്ങൾ അവർക്ക് ലഭ്യമാക്കാൻ പറ്റും. ഡോക്ടർ സൈമൺസ് അക്കാഡമിയെക്കുറിച്ച് 2 വാക്ക്. നമ്മളെപ്പോഴും പാരൻസിനോടും കുട്ടികളോടും പറയും, വി ജസ്റ്റ് ഡോണ്ട് ടീച്ച്, വി മെൻഡ്. കുട്ടികൾക്ക് പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ കൊടുത്താൽ നമ്മൾ പഠിപ്പിക്കുന്നത്. ഓൺലൈൻ ട്യൂഷൻ്റെ യാതൊരു ലിമിറ്റേഷൻസും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ കൊച്ചുങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ പാരൻസിന് വേണ്ടി എവറി 3 months നമ്മൾ എഡ്യൂക്കേഷൻ വെബിനാർസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. കുട്ടികൾക്ക് വേണ്ടി കരിയർ ഗൈഡൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. പെർഫോമൻസ് റിപ്പോർട്ട് കൊടുക്കും. നമ്മുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം 100% സക്സസ് റേറ്റ് ആയിരുന്നു കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമുക്ക് കിട്ടിയത്. 11+ ആവട്ടെ, GCSE ആവട്ടെ, എല്ലാത്തിനും നമുക്ക് നല്ല റിസൾട്ട് കാഴ്ചവെക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇന്ത്യൻ ആശയങ്ങളിൽ, ഇന്ത്യൻ കൾച്ചറിൽ വേരൂന്നിയ ഗ്ലോബൽ റെക്കഗ്നൈസ്ഡുള്ള എഡ്യൂക്കേഷൻ നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി കൾച്ചറലി റൂട്ടഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നിങ്ങളുടെ കുട്ടികൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.